നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 33ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയറിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് വെയറിനെ പറ്റിയായിരുന്നു. അതേപോലെ കഴിഞ്ഞ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെയറിൻ്റെ ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അതായത് ഐയുടെ കൂടെ വേറ് വരുന്നത് ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് നമ്മൾ തൊട്ട് പ്രീവിയസ് എപ്പിസോഡ് 32 കവർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കാണണം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വെയറിനെ നോർമൽ രീതിയിലുള്ള എക്സാമ്പിൾ സെൻറ്റൻസുകളാണ്. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ എപ്പിസോഡിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ വെയറിനെ പറ്റി വാസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു. അതായത് രണ്ടിനും ഒരേ ആശയമാണുള്ളത്. അതായത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയത്തില്ല, ഭൂതകാലത്തിൽ നമ്മൾ ഞാൻ ടീച്ചറായിരുന്നു, ഞാൻ പാട്ട് പാടുകയായിരുന്നു എന്നിങ്ങനെ ആയിരുന്നു എന്നുള്ള എക്സ്പ്രഷൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസും വെയറും യൂസ് ചെയ്യുന്നത്. രണ്ടിനും അതായത് വാസിനും വെയറിനും സെയിം ആശയം തന്നെയാണുള്ളത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രം. നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ഏകവചനം വരുമ്പോഴാണ്. അതായത് ഹീ, ഷീ, ഇറ്റ്, ഐ എന്നിവ വരുമ്പോഴാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വേറെ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ബഹുവചനങ്ങൾ വരുമ്പോഴാണ്. അതായത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. പക്ഷേ രണ്ടിൻ്റെയും ആശയം സെയിം ആണ്, ഒരു വ്യത്യാസവുമില്ല. ഒറ്റ വ്യത്യാസമുള്ളൂ, വേറെ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ വ്യക്തികളെ പറ്റി സംസാരിക്കുമ്പോഴാണ്. എക്സാമ്പിൾ ദേ, വി, യു എന്നീ പദങ്ങൾ വരുമ്പോഴാണ്, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്നീ സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ്. എല്ലാ ആശയങ്ങളും അർത്ഥങ്ങളും എല്ലാം സെയിം ആണ്. സോ നമുക്ക് ഡയറക്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. അതേപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കാണണം, ഐയുടെ കൂടെ നമ്മൾ വാസ് ഉപയോഗിക്കുക. ഐയുടെ കൂടെ നമ്മൾ വാസാണ് നോർമലായിട്ട് ഉപയോഗിക്കുന്നത്, പക്ഷേ നമ്മൾ വേറെ ഉപയോഗിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ള സെൻറ്റൻസ് ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കാണാത്തൊരു തീർച്ചയായിട്ടും കാണണം. നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. നോർമലായിട്ടുള്ള വേറെ വച്ചുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്. ജസ്റ്റ് നമ്മൾ 31ലും ഇത് തന്നെയാണ് എടുത്തത്. ഒന്ന് മനസ്സിലോട്ടൊന്ന് തറവാകാൻ വേണ്ടി, ഇനി ഒരു വേറിനെ പറ്റി ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും കൂടെ നമ്മൾ വേറിൻ്റെ എപ്പിസോഡ് എടുക്കുന്നത്. സോ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. 40 people were present. 40 people were present എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലാണ്. അപ്പോൾ ഓഫീസിൽ മീറ്റിംഗ് വെച്ചു. മീറ്റിങ്ങിൽ 40 പേരോളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബോസിനോട് പറയുകയാണ് 40 പേരോളം വന്നായിരുന്നു എന്നൊരു പറയുകയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 40 people were present. 40 പേരോളം വന്നായിരുന്നു, 40 പേരോളം പ്രസൻ്റ് ആയിരുന്നു എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ആശയമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറെ വന്നപ്പോൾ 40 പേരോളം പ്രസൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ ആശയം വരുത്താനാണ് നമ്മൾ വേറെ ഉപയോഗിക്കുന്നത്. വാസിനും ഇതേ അർത്ഥം തന്നെയാണ്. ആയിരുന്നു എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരാനാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. യു വെയർ ലേറ്റ്. യു വെയർ ലേറ്റ് നമ്മൾ ഡെയിലി ടോക്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. നീ ഇന്നലെ ലേറ്റായിരുന്നു അല്ലേ, നീ ലേറ്റായിരുന്നു അല്ലേ. നമ്മളൊരാൾ ലേറ്റായിട്ട് വന്നാൽ നമ്മൾ ചോദിക്കും നീ ലേറ്റായിരുന്നു അല്ലേ. ആ ആശയമാണ് ഇതിനുള്ളത്. യു വെയർ ലേറ്റ്, നീ ലേറ്റായിരുന്നു അല്ലേ എന്നാ പറയുന്ന ആ എക്സ്പ്രഷനാണ് ലാസ്റ്റിൽ വേർഡ് യു നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നുണ്ടോ. വേർഡ് യു അത് നമ്മൾ എഴുതി അല്ലേ എന്നുള്ള എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ആ വേർഡ് യു നമ്മൾ ആ സെൻറ്റൻസിൻ്റെ കൂടെ ചേർത്തേക്കുന്നത്. യു വെയർ ലേറ്റ്, നീ ലേറ്റായിരുന്നു അല്ലേ എന്നാണ് ആ സെൻറ്റൻസ് ആശയമാക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. സോ അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വെയർ ദെയർ. ഇത് നമ്മൾ സാധാരണ നമ്മളൊരു സമ്മേളനത്തിനോ എന്തെങ്കിലും പാർട്ടി സമ്മേളനത്തിനോ ഒക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ വീട്ടിൽ പറയത്തില്ല 1000-ഓളം ആൾക്കാർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്നൊരാശയമാണ് ഇതിനുള്ളത്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വെയർ ദെയർ, 1000-ഓളം ആൾക്കാർ അവിടെ വന്നിരുന്നു എന്നുള്ള ഒരു ആശയമാണ് അതിനുള്ളത്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വെയർ ദെയർ, 1000-ഓളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു വന്നിരുന്നു എന്നൊരു ആശയത്തിന് വേണ്ടിയിട്ടാണ് വേറെ വന്നത്. വേറെ എപ്പോഴാണ് വരുന്നത്? ബഹുവചനം വരും. ഇപ്പോൾ 1000 പേര് വന്നതുകൊണ്ടാണ് അവിടെ വേറെ കൂടെ വന്നത്. ആശയം സെയിമാണ്, വാസിൻ്റെ ആശയം തന്നെയാണ്, സെയിമാണ്. ഇത്രയേ ഉള്ളൂ. വേറെ ഇനി ഒരിക്കലും കൺഫ്യൂസ് ആകില്ല. വേറെ കണ്ട് നമ്മളിനി പേടിക്കില്ല. വേറെ ഏതെങ്കിലും സെൻറ്റൻസിൽ കണ്ടാൽ അതിൽ ആരെ പറ്റി സംസാരിക്കാൻ നോക്കിയാൽ മതി. അതിലൊന്നിൽ കൂടുതൽ പേരെ ആൾക്കാരെ പറ്റിയായി നോർമലായിട്ട് സംസാരിച്ചിരിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ ഐയുടെ കൂടെ വേറെ വരും. ഐ സിംഗുലറാണ്, അതൊരൊറ്റ കണ്ടീഷനിലേ വരത്തുള്ളൂ. ഐ ഏകവചനമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അവിടെ കൺഫ്യൂസ് ആയി പോകല്ലോ. ദൈവമേ, ഐ എന്ന് വെച്ചാൽ ഞാനെന്നാണ് അർത്ഥം. അതിൻ്റെ കൂടെ വേറെ വരുമ്പോൾ ഇതെങ്ങനെ ഇവിടെ അങ്ങനെ വേറെ പോകുന്നത് കൺഫ്യൂസ് ആകല്ലോ. സോ കഴിഞ്ഞ എപ്പിസോഡ് കാണാം. എപ്പിസോഡ് 32 അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. I didn't know you were such a good cook.
ഗുഡ് കുക്ക്, നീ ഒരു നല്ല കുക്കായിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സാധാരണ നമ്മൾ ഈ സെൻറ്റൻസൊക്കെ നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ഫുഡ് ഉണ്ടായിക്കൊണ്ട് വരും. പെട്ടെന്നൊരു ദിവസം നല്ല ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് കൊണ്ടുതരും. അപ്പോൾ നമുക്കറിയത്തില്ല ഇത്രയും നല്ലതായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയുവാണ്, ഐ ഡിഡ്ന്റ് നോ യു വെയർ സച്ച് എ കുക്ക്, എനിക്കറിയില്ലായിരുന്നു നീ ഒരു നല്ല കുക്കായിരുന്നു. ഐ ഡിഡ്ന്റ് നോ യു വെയർ സച്ച് എ ഗുഡ് കുക്ക് എന്നൊരാശയമാണ് അതിനുള്ളത്. ഐ ഡിഡ്ന്റ് നോ യു, എനിക്കറിയില്ലായിരുന്നു. യു വെയർ സച്ച് എ ഗുഡ് കുക്ക്. സച്ച് എന്ന് പറയുന്നത് സച്ച് നല്ലൊരു കുക്ക് നമ്മൾ ആശയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സച്ച് ഒരു വ്യത്യസ്ത കുക്ക് എന്നുള്ളൊരു ആശയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സച്ച് ചേർക്കുന്നത്. ഐ ഡിഡ്ന്റ് നോ യു വെയർ സച്ച് എ ഗുഡ് കുക്ക്, നീ ഒരു നല്ല കുക്കായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഗുഡ് കുക്ക്, നല്ല കുക്ക് എന്ന് വെച്ചാൽ പാചകക്കാരൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. യു വെയർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് സുഹൃത്ത് താനായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ദൂര സ്ഥലത്താകുമ്പോഴോ നമ്മളെ വിട്ട് പോകുമ്പോഴോ ഒക്കെ നമ്മൾ പിന്നീട് കാണുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നീ ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, നീ ആയിരുന്നു എൻ്റെ നല്ല സുഹൃത്ത് എന്ന് പറയത്തില്ലേ. ആ ആശയമാണ് ഇവിടെ ഉള്ളത്, യു വെയർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി അങ്ങനെ പറയാൻ നേരം ഡയറക്റ്റ് ഈ സെൻറ്റൻസ് പറഞ്ഞാണോ, യു വെയർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ ആയിരുന്നു മുമ്പ് നീ ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അടുത്തത് യു വെയർ ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് നീ ഭയങ്കര നല്ല സഹായിയാണ്. നമ്മളെ കുറച്ച് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വർക്കിലൊക്കെ ഒരാൾ എപ്പോഴും സഹായിക്കുന്ന ഒരാളാണ് സഹായിച്ചെങ്കിൽ നമ്മൾ അയാളെ കാണുമ്പോൾ പറയണം, യു വെയർ ഹെൽപ്ഫുൾ, താൻ നല്ല സഹായിയായിരുന്നു, ഇന്നലെ നല്ല സഹായിയായിരുന്നു, ഇന്നലെ എൻ്റെ വർക്കിൽ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറയുമോ, യു വെയർ ഹെൽപ്ഫുൾ, താൻ നല്ല സഹായിയായിരുന്നു എന്നൊരു ആശയമാണ് അതിനുള്ളത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസ്, നമ്മുടെ സഹോദരന്മാരൊക്കെ എന്ത് ചോദിക്കത്തില്ലേ, അവരെ കാണാതെ നമ്മളോട് ചോദിക്കും, അവരെന്ത് ചെയ്യുന്നു ചോദിക്കില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, അവർ ക്രിക്കറ്റ് കളിക്കാൻ പോയി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ദേ വെർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അവരെ കുറച്ച് മുമ്പ് കാണാഞ്ഞെന്ന് എങ്ങനെ പറയുക. അപ്പോൾ അവരെ എന്താ കാണാഞ്ഞെന്ന് നമ്മുടെ പേരൻസ് ചോദിക്കുക. അപ്പോൾ ഞാൻ പറയുക, ദേ വെർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് മുമ്പ് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരാശയമാണ് അതിന്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പേരൻസ് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ ബ്രദേഴ്സ് കുറച്ച് മുമ്പ് എവിടെ ആയിരുന്നു? അപ്പോൾ ഞാൻ പറയുകയാണ്, ദേ വെർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരാശയമാണ് ആ സെൻറ്റൻസിനുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. സെയിം അർത്ഥമുള്ളതാണ്. ദേ വെയർ വാച്ചിങ് ദി ടെലിവിഷൻ. ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ദേ വെയർ വാച്ചിങ് ദി ടെലിവിഷൻ, അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വെയർ വാച്ചിങ് ദ ടെലിവിഷൻ, ദേ വെയർ വാച്ചിങ് ദ ടെലിവിഷൻ, അവർ ടി വി കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അടുത്തത് നമ്മുടെ കോവർക്കർ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ ഇന്ന് ഓഫീസിൽ വന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഓഫീസിൽ വന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പനിയായതുകൊണ്ട് അദ്ദേഹം വരാഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് പിന്നീടാണ് ഞാൻ അറിഞ്ഞ അദ്ദേഹത്തിന് വയ്യാന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറയുക, ഐ ഡിഡിൻ നോ ദാറ്റ് യു വെയർ സിക്ക്. ഐ ഡിഡിൻ നോ ദാറ്റ് യു വെയർ സിക്ക് എന്ന് വെച്ചാൽ നിനക്ക് പനിയായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഐ ഡിഡിൻ നോ ദാറ്റ് യു വെയർ സിക്ക്, ഐ ഡിഡിൻ നോ ദാറ്റ്, എനിക്കറിയില്ലായിരുന്നു യു വെയർ സിക്ക്, നിനക്ക് വയ്യ എന്നുള്ള കാര്യം. സിക്ക് എന്ന് വെച്ചാൽ പനി നമ്മൾ പറയത്തില്ലേ, പനിയായിരുന്ന കാര്യം, അതാണ് സിക്കിൻ്റെ അർത്ഥം. ഐ ഡിഡിൻ നോട്ട് യു വെയർ സിക്ക്, നിനക്ക് വയ്യായിരുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. രണ്ട് ഇതേപോലെ കുറച്ച് എക്സാമ്പിളേ ഉള്ളൂ. വി വെയർ ലിസണിങ് ടു സോങ്. ഇപ്പോൾ നമ്മുടെ പേരൻറ്റ് നമ്മളോട് ചോദിക്കുക, ഞങ്ങളുടെ സഹോദരന്മാരോട് ചോദിക്കുക, ഞങ്ങളെല്ലാവരും നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എവിടെ ആയിരുന്നു? അപ്പോൾ ഞാൻ പറയുക, വി വെയർ ലിസണിങ് ടു സോങ്, ഞങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വി വെയർ ലിസണിങ് ടു സോങ്, ഞങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വി വെയർ ലിസണിങ് ടു സോങ്, ഞങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അതേപോലെ തന്നെ സെയിം അർത്ഥമാണ്, ഞങ്ങൾ റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വി വെയർ ക്ലീനിങ് അവർ റൂം, ഞങ്ങളുടെ റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആ വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വി വന്നുകൊണ്ടാണ് അവിടെ വെയറും വന്നത്. അപ്പോൾ വെയറിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇപ്പം തന്നെ നമ്മൾ ആ ഫ്ലോയിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കും. ഇനി വേറെ നമ്മൾ എവിടെ സെൻറ്റൻസിൽ കണ്ടാലും പേടിക്കരുത്, ഇത്രയേ ഉള്ളൂ. വേറൊന്നും കേട്ടാൽ ഇനി പേടിക്കുകയും ചെയ്യരുത്, ഞെട്ടുകയും ചെയ്യരുത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വേറെയോ നിങ്ങൾ എവിടെ ആയിരുന്നു? ഇപ്പോൾ നമ്മുടെ പേരൻസ് ചോദിക്കുക, നമ്മളെ കുറച്ച് മുമ്പ് കണ്ടില്ല, ഞങ്ങളെ കുറച്ച് മുമ്പ് കണ്ടില്ല, ഞങ്ങൾ പ്രദേശം കണ്ടില്ല. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുക, വേറെയോ നിങ്ങൾ എവിടെ ആയിരുന്നു? നിങ്ങൾ കുറച്ച് മുമ്പ് എവിടെ ആയിരുന്നു എന്നൊരാശയമാണ് അതിന്. വേറെയോ നിങ്ങൾ എവിടെ ആയിരുന്നു? വേറെയോ നിങ്ങൾ എവിടെ ആയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. വേറെയോ നിങ്ങൾ എവിടെ ആയിരുന്നു എന്നാണ് അടുത്ത എക്സാമ്പിളിൻ്റെ ആശയം. പിടികിട്ടുന്ന വിചാരിക്കുന്നതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡുകളാണ്. പ്രാക്ടീസ് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. സ്ഥിരം യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. വേറെയോ നിങ്ങൾ എവിടെ ആയിരുന്നു? കുറച്ച് മുമ്പ് നിങ്ങൾ എവിടെ ആയിരുന്നു എന്നാണ് ആശയം, എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസുകളാണ്, നോക്കി വെക്കുക. അടുത്ത അതേപോലെ തന്നെ ഹൂ വെയർ യു.
ഹൂ വെയർ എന്ന് വെച്ചാൽ നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾ മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു, മുമ്പ് എന്തുമായിരുന്നു കാരിയർ എന്നൊരാശയമാണ്. ഞാൻ പറയുന്നത് ഐ വാസ് എ ടീച്ചർ, ഞാൻ മുമ്പ് ഒരു ടീച്ചറായിരുന്നു എന്നെനിക്ക് പറയാം. അങ്ങനെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഹൂ വെയർ യു, മുമ്പ് ആരായിരുന്നു, താങ്കളുടെ പ്രൊഫഷൻ എന്തായിരുന്നു എന്നിങ്ങനെ ആശയം വരുന്ന ഒരു സെൻറ്റൻസാണ് ഹൂ വെയർ യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വി വെയർ ബിസി ലാസ്റ്റ് വീക്ക്, ഞങ്ങൾ ലാസ്റ്റ് വീക്കിൽ ഭയങ്കര ബിസി ആയിപ്പോയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഫംഗ്ഷന് വരാൻ പറ്റാഞ്ഞ, അങ്ങനെ ഒരു ആശയമാണ്. നമ്മളോട് അവർ ചോദിക്കും നിങ്ങൾ കല്യാണത്തിന് എന്താ വരാഞ്ഞ, ലാസ്റ്റ് വീക്ക് നിങ്ങൾ കല്യാണത്തിന് എന്താ വരാഞ്ഞെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വി വെയർ ബിസി ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ബിസി ആയിപ്പോയിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞ എന്നൊരു റീപ്ലൈ ആണ് വി വെയർ ബിസി ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ബിസി ആയിപ്പോയിരുന്നു. ഇവിടെ വേറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ബിസി ആയിരുന്നു, ഞാൻ ചെയ്തിരുന്നു, ആയിരുന്നു എന്നുള്ള ആശയം വരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരു സെൻറ്റൻസും കൂടെ നോക്കാം. നമ്മുടെ കുട്ടികൾ എവിടെ ആയിരുന്നു, കുട്ടികൾ തനിച്ചിരിക്കുകയായിരുന്നു. നമ്മളോട് ചോദിക്കും നമ്മുടെ കുട്ടികൾ ഈ വീട്ടിൽ തനിച്ചിരിക്കുകയായിരുന്നു, ഒറ്റയ്ക്കാണെന്ന് പറയുന്നൊരു സെൻറ്റൻസാണ് ഇത്. ചിൽഡ്രൻസ് വെയർ അലോൺ, കുട്ടികൾ തനിച്ചായിരുന്നു, വീട്ടിലെ കുട്ടികൾ തനിച്ചായിരുന്നു. ഇന്നലെ രാത്രി കുട്ടികൾ വീട്ടിൽ തനിച്ചായിരുന്നു എന്ന് പറയുകയാണ്. ചിൽഡ്രൻസ് വെയർ എലോൺ എന്ന് വെച്ചാൽ തനിച്ചായിരുന്നു എന്നാണ് അർത്ഥം. കുട്ടികൾ തനിച്ചായിരുന്നു എന്നാണ് ആ വെയർ കൊണ്ട് ആയിരുന്നു ഒരു അതിന് മീനിങ് കൊടുക്കുന്നത്, അർത്ഥം കൊടുക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേറെൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. വേറെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡൗട്ട് വരരുത്. വേറെ എവിടെ കണ്ടാലും ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതേപോലെ എൻ്റെ ഐയുടെ കൂടെ വേറെ വരുന്ന എപ്പിസോഡ് കാണാതിരിക്കൽ 32. സോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വേറെ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് വേറിൻ്റെ റോള്. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യുന്നു. സോ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.